ഒന്ന് മറ്റൊന്നായി മാറിയത് സാദൃശ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ആണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായത് പരിണമിച്ചാണ് നമുക്ക് പറയേണ്ടി വരും. ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ പീരിയോഡിക് ടേബിൾ നമ്മൾ പരിശോധിച്ചാൽ ഹൈഡ്രജൻ ആറ്റാണ് ഏറ്റവും ചെറിയ ആറ്റം. അതിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഉണ്ട്. അടുത്ത എലമെന്റ് ഹീലിയാണ്. അതിൽ 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും 2 ന്യൂട്രോണും ഉണ്ട്. മൂന്നാമത്തേത് ലിഥിയം, അതിലെല്ലാം 3 പിന്നീട് ബെറിലിയം, ബോറോൺ, കാർബൺ ഓക്സൈഡ് അങ്ങനെ പോകുന്നു. അങ്ങനെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം 1, 2, 3, 4 അങ്ങനെ ക്രമീകൃതമായിട്ട് കൂടി വന്നിട്ട് 92 നാച്ചുറൽ എലിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ 118 ഉണ്ട്. ബാക്കിയുള്ള 26 ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഈ ആറ്റോമിക് സ്ട്രക്ചർ കണ്ടിട്ട്, ഇതിന്റെ സിമിലാരിറ്റി കണ്ടിട്ട് ഹൈഡ്രജൻ ആറ്റം പരിണമിച്ചാണ് ഹീലിയം ഉണ്ടായെന്ന്, ഹീലിയം പരിണമിച്ച് ലിഥിയം ഉണ്ടായെന്ന്, അങ്ങനെ ഹൈഡ്രജൻ പരിണമിച്ചാണ് മറ്റെല്ലാ എലിമെന്റ്സും ഉണ്ടായതെന്ന് പറയുന്ന പോലെ ഒരു മഹാവിഡിതാണിത്.